കേരള സർവകലാശാലയിലെ SFI ബാനറിനെ ചൊല്ലി VC സിൻഡിക്കേറ്റ് പോരുമുറുകുന്നു. ബാനർ മാറ്റാനുള്ള VCയുടെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അതേസമയം VC ഗവർണർക്കൊപ്പം നിൽക്കുന്നുവെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ ദിവസമാണ് SFIയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാലയ്ക്ക് മുമ്പിൽ ഹിറ്റ്ലർ തോറ്റു, മിസോളനി തോറ്റു, സർഫീപ്പീം തോറ്റുമടങ്ങി, എന്നിട്ടാണോ ആരിഫ് ഖാൻ എന്ന മുദ്രാവാക്യം ഉയർത്തി SFI ബാനർ ഉയർത്തിയത്. ആ നിമിഷം തന്നെ അതിനു പിന്നാലെ തന്നെ VC അത് നീക്കണമെന്ന് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ട് പോലും അത്തരത്തിലുള്ളൊരു ബാനറിനെ മാറ്റാൻ അവിടെ സർവകലാശാല അധികൃതർ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ആരംഭിച്ച സിൻഡിക്കേറ്റ് യോഗത്തിൽ VCക്കെതിരെ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. VC ഈ ആജ്ഞാന വൃത്തിയെ പോലെ ഗവർണർക്കൊപ്പം നിൽക്കുകയാണ്, ഗവർണർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് VC കേൾക്കുന്നതെന്ന ഒരു വിമർശനമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികളുടെ സമരാവകാശമാണ് ബാനർ പ്രദർശിപ്പിക്കുക എന്നുള്ളത്. അത് കലാലയങ്ങളിലും സർവകലാശാല ആസ്ഥാനത്തുമല്ലാതെ എവിടെയാണ് പ്രദർശിപ്പിക്കുക എന്നൊരു ചോദ്യമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദിച്ചത്. എന്തായാലും വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് സിൻഡിക്കേറ്റിന് സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ് സിൻഡിക്കേറ്റ്. എന്തായാലും VC ഇപ്പോഴും പറയുന്നത് സർവകലാശാലയുടെ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബാനറുകൾ പ്രദർശിപ്പിക്കാനും കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ്. ഇത്തരത്തിൽ ബാനർ അഴിച്ചു മാറ്റിയാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോഴിക്കോട് സർവകലാശാലയിൽ കണ്ടതുപോലെ വീണ്ടും ബാനറുമായി SFI എത്തും എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇത് മുന്നോട്ട് പോകുക എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. രോഹിണി, അത് മാത്രമല്ല അഖിൽ, ഇവിടെ കാണിക്കേണ്ടത് VC കൃത്യമായി തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിരുന്നു. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുഖഛായയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പിണറായി വിജയനോടുള്ള ആഭിമുഖ്യം കാണിക്കുന്നതിനോടൊപ്പം അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയ്ക്കകത്ത് ഒരു ചാൻസലർ എന്നുള്ള രീതിയിൽ വ്യക്തമായ രാഷ്ട്രീയ വിദ്വേഷം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഈ രോഹിണി, അതിനോടൊരു കാര്യം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് കേരള സർവകലാശാലയിലെ സെനറ്റും സിൻഡിക്കേറ്റും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ മറികടക്കുന്ന തരത്തിലാണ് 13 അംഗ സെനറ്റ് അംഗങ്ങളെ കഴിഞ്ഞ ദിവസം ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൽ 14 അംഗ ലിസ്റ്റാണ് ഗവർണറുടെ മുന്നിലെത്തുന്നത്. അതിൽ 13 അംഗ സംഘപരിവാർ, BJP, ABVP പ്രവർത്തകരെയായിരുന്നു നോമിനേറ്റ് ചെയ്തത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തന്നെ ആ നിമിഷം മുതൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ചതാണ്. ഇന്ന് UDFന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള സർവകലാശാലയ്ക്ക് മുമ്പിൽ സമരവും സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷ സിൻഡിക്കേറ്റിന്റെ ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ സർവകലാശാലയിലേക്ക് എത്തിയ പുതിയ സെനറ്റ് അംഗങ്ങൾ അടുത്തു വരുന്ന സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ അത് മത്സരിക്കുകയോ സിൻഡിക്കേറ്റിലേക്ക് അവരുടെ പ്രാതിനിധ്യം എത്തുകയോ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഈ തരത്തിലുള്ള ഒരു പ്രശ്നം ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും കലാപകലുഷിതമായ ഒരു നിമിഷത്തിലേക്കായിരിക്കും സർവകലാശാല ആസ്ഥാനം പോവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, ശരി. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്.